ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നെല്ലിക്കയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാണ്ട് നെല്ലിക്ക വാട്ടേ വേവിക്കേ ഒന്നും ചെയ്യാണ്ട് 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റണ ഒരു നെല്ലിക്ക അച്ചാറാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ. 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. വേപ്പില എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വേപ്പിലിന്റെ ഉള്ളിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തേക്കണേ. ഈ വലുപ്പത്തിലുള്ള ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തേക്കണത്. 3 ചുവന്ന മുളക്, 2 പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണേ. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. കടുകും ഒന്ന് ചൂടാക്കി വെച്ചേക്കണതാണ്. നമുക്ക് പൊടിക്കാനുള്ളതാ. 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവപ്പൊടി, 100 ഗ്രാം നല്ലെണ്ണ എടുത്ത് ചൂടാക്കി നല്ലോണം തണുപ്പിച്ച് വെച്ചേക്കണതാണ്. 1/2 കപ്പ് വിനാഗിരി എടുത്ത് ചൂടാക്കി തണുപ്പിച്ച് വെച്ചേക്കണതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. ഫസ്റ്റ് നമുക്ക് ഈ നെല്ലിക്ക കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നെല്ലിക്ക നല്ലോണം കഴുകി തുണിയിൽ നല്ലോണം തുടച്ച് വെച്ചേക്കണതാണ് കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടായ അച്ചാറ് പൂത്തു പോകും. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെല്ലിക്ക മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുരു ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പ ചേർക്കണേ. നിങ്ങൾക്ക് കല്ലുപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സോൾട്ട് ചേർത്താലും മതി. കയ്യിൽ തന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ചേർത്തോളൂ. അപ്പോഴേ അച്ചാർ സെറ്റായി വരുമ്പോൾ കറക്റ്റ് ഉപ്പായിരിക്കുള്ളൂ. പച്ചമുളക് ചേർക്കുന്നുണ്ട്, ചുവന്ന മുളക്, വെളുത്തുള്ളി, വേപ്പില, തേയില, ഉലുവപ്പൊടി, കായപ്പൊടി, കടുക് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈൻ പൗഡർ അല്ല, വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അതും ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അച്ചാർ പൂത്തു പോകും. നമ്മൾ എണ്ണയാണ് ചേർക്കാൻ പോണേ. എണ്ണ ചേർക്കുമ്പോൾ നല്ലോണം തണുത്തുണ്ടാവണേ. ഇനി നമുക്കിതിൽ വിനാഗിരി ചേർക്കാം. വിനാഗിരി 1/2 കപ്പ് എടുത്ത് ഞാൻ ചൂടാക്കി വെച്ചു എന്നേ ഉള്ളൂ. അത് മുഴുവനും ചേർക്കില്ല. 2 ടേബിൾ സ്പൂൺ അത്രേ ചേർക്കുള്ളൂ. എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. നമുക്കിതിങ്ങനെ 3 ദിവസം അടച്ച് വെക്കാം. 3 ദിവസത്തിൻ്റെ ശേഷം എടുത്താൽ മതി. അപ്പോഴേക്ക് നെല്ലിക്കൊക്കെ നല്ലോണം അലിഞ്ഞ് അച്ചാറ് സെറ്റായി ഉണ്ടാവും. അമർത്തി കൊടുക്കണേ. ഞാൻ വാർപ്പ് ഷീറ്റ് വെച്ചാണ് ക്ലോസ് ചെയ്ത് വെച്ചേക്കണേ. 3ാമത്തെ ദിവസം നമുക്ക് എടുക്കാം. അച്ചാറ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് ഇന്ന് 4ാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ എടുക്കണേ. 3ാമത്തെ ദിവസം എടുക്കാമെന്നാണ് പറഞ്ഞ് 1 ദിവസം കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അച്ചാറ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് അടിപൊളി അച്ചാറാണ്. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാനും പറ്റും. അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർ പോലും അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കും കേട്ടോ. അത്രയ്ക്കൊരു ടേസ്റ്റുള്ള അച്ചാറാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.